ഹായ് ഹലോ ഇന്ന് ഈസി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവി റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഇത് നല്ല ഈസി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവി റെസിപ്പിയാണ് കേട്ടോ. അത് 5 മിനിറ്റ് നമുക്ക് വേഗം കൊണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ചൂടായതിന് ശേഷം പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇതൊന്ന് മൂന്നെണ്ണം ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. പെരിഞ്ജീരകം ആഡ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെരിഞ്ജീരകം ഇട്ടില്ല. പെരിഞ്ജീരകം എന്തായാലും ഇടണം. അതാണ് കേട്ടോ ചിക്കൻ ഗ്രേവിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുക. അതിന് ശേഷം 2 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 2 സവാള സ്ലൈസ് ചെയ്ത് 2 സവാള ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ നമുക്ക് വേഗം സവാള ഒന്ന് വാടിക്കിട്ടും കേട്ടോ. അപ്പോൾ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ വേഗം ഒന്ന് സവാള ഒന്ന് വാടിക്കിട്ടും. സവാള എടുക്കുന്നത് ചിക്കൻ ഗ്രേവീൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പോലെയാണ്. കുറച്ചാകുമ്പോൾ കുറച്ചെടുക്കുക, കൂടുതലാകുമ്പോൾ കൂടുതൽ സവാള എടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഗ്രേവി വെക്കണ കാരണം 2 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതേപോലെ ഗോൾഡൻ കളറായ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളീൻ്റെ പേസ്റ്റാണ് കേട്ടോ. ഇത് മൂന്നെണ്ണം ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് ചേർക്കുക. ചെറിയുള്ളി ആഡ് ചെയ്യണം കേട്ടോ. എന്നാൽ തന്നെ ചിക്കനിൽ നല്ലൊരു തിക്നെസ് കിട്ടുള്ളൂ. ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി ഇത് മൂന്നെണ്ണം ഒന്ന് പേസ്റ്റാക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം മല്ലിത്തള, കറിവേപ്പില ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് കുറേ കുറച്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ചിക്കനിൽ നന്നായിട്ടൊന്ന് ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിന് ശേഷം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമുളക് എരിവിനനുസരിച്ച് പോലെ നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഇട്ടാൽ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ ഗ്രേവിക്ക്. അതിന് ശേഷം തക്കാളി 2 തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. 2 പഴുത്ത തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക കേട്ടോ. വഴറ്റിയ ശേഷം നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അത് കഴിഞ്ഞ ശേഷം പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. മല്ലിപ്പൊടി 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി അതും 1 സ്പൂണാണ് കേട്ടോ. എല്ലാം ഓരോരോ സ്പൂൺ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ചിക്കൻ ഗ്രേവിക്ക് അനുസരിച്ച് പോലെ പൊടികളുടെ ക്വാണ്ടിറ്റി എടുക്കുക കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി എടുക്കുക. പിന്നെ കുരുമുളക് പൊടി എടുക്കുക. അടുത്തത് പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇതൊന്ന് മൂന്നെണ്ണം ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷമേ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആ ചിക്കനിൽ നന്നായിട്ട് ഒരു പച്ചമണം ഉണ്ടാവും. അതുകൊണ്ട് അത് വഴറ്റിയ ശേഷം ചിക്കനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ചിക്കനൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കനിൽ ഒരിക്കലും വെള്ളം ചേർക്കണ്ട കേട്ടോ. ചിക്കനിൽ അതിനെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എല്ലാ മസാലകളെല്ലാം ഒന്ന് എല്ലാവിടേക്കും ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. അതിന് ശേഷം കുറച്ച് മല്ലിത്തളയും കറിവേപ്പിലയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഈ മല്ലിത്തള, കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചിക്കൻ കറിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിന് ശേഷം ഞാനിവിടെ കുറച്ച് കുരുമുളക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ലാസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിക്കൊണ്ട് ചിക്കനിൽ കിട്ടുക. കുരുമുളകിൻ്റെ എടുത്ത് കാണിക്കും എപ്പോഴും. ലാസ്റ്റ് കുറച്ച് ഇടുമ്പോൾ കുരുമുളക് ഇടുമ്പോൾ ചിക്കൻ ഗ്രേവി നല്ലൊരു ടേസ്റ്റ് ആയിക്കൊണ്ട് അത് ഈസിയായി ചിക്കൻ ഗ്രേവി റെഡി.